ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കണമെന്നാണ്. ശരിയാണ്. കണ്ണിന് താഴെ ഡാർക്കായി കാണുന്നു. ആളുകൾ ചോദിക്കും, നീ ഉറങ്ങുന്നില്ലേ? ഒരുപാട് ക്രീംസ് ട്രൈ ചെയ്തു, ഹോം റെമഡീസ് ട്രൈ ചെയ്തു, പക്ഷേ ചേഞ്ച് ഒന്നും കാണുന്നില്ല. ആക്ച്വലി ഡാർക്ക് സർക്കിൾസ് വരാൻ കാരണം ഉറക്കമില്ലാത്തത് മാത്രമല്ല. ലേറ്റ് നൈറ്റ് ഫോൺ യൂസ്, സ്ട്രെസ്, ഐ റബ്ബിംഗ്, അലർജീസ്, ജെനറ്റിക്സ് ഇവയിൽ 2 മുതൽ 3 വരെ കാര്യമെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡാർക്ക് സർക്കിൾസ് മാറാത്തത്. ഡാർക്ക് സർക്കിൾസ് എല്ലാം സെയിം അല്ല. പിഗ്മെൻറ്റേഷൻ കാരണം ചിലർക്ക് ബ്രൗൺ ആയി കാണും, ചിലർക്ക് ഹോളോ പോലെ ഷാഡോ ആയി കാണും, ചിലർക്ക് ബ്ലൂ അല്ലെങ്കിൽ പേർപ്പിൾ പോലെ കാണും, ചിലർക്ക് പഫീനെസ് ആയി കാണും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ഒരേപോലെയല്ല. പക്ഷേ സിമ്പിൾ സയൻസ് ബേസ്ഡ് റുട്ടീൻ ഫോളോ ചെയ്താൽ എല്ലാത്തിനും ഇംപ്രൂവ്മെൻറ്റ് കാണാം. ഫസ്റ്റ്, പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് സിമ്പിൾ റുട്ടീൻ പറയാം. മോർണിംഗിൽ ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം വൈറ്റമിൻ സി അല്ലെങ്കിൽ കാഫീനുള്ള ഐ ക്രീം അപ്ലൈ ചെയ്യുക, അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്താൽ ഡാർക്ക് സർക്കിൾസ് മാറാൻ ബുദ്ധിമുട്ടാകും, കാരണം സൺ എക്സ്പോഷർ പിഗ്മെൻറ്റേഷൻ കൂടുതലാക്കും. നൈറ്റിൽ ഫേസ് വാഷ് ചെയ്യുക, റെറ്റിനോൾ ഐ ക്രീം 2 അല്ലെങ്കിൽ 3 ഡേയ്സ് യൂസ് ചെയ്യാം, അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. കൺസിസ്റ്റൻസിയായി ഫോളോ ചെയ്താൽ ഗ്രാജുവലായി ഇംപ്രൂവ്മെൻറ്റ് കാണാം. പക്ഷേ നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും സിമ്പിളായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് റുട്ടീനുണ്ട്. മോർണിംഗിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കണ്ണിന് താഴെ ചെറിയ എമൗണ്ട് വാസലീൻ അപ്ലൈ ചെയ്യുക. തിൻ ലെയർ മാത്രം മതി, അധികം വേണ്ട. ഇത് സ്കിൻ ഡ്രൈ ആകുന്നത് പ്രിവെൻറ്റ് ചെയ്യും, അതുകൊണ്ട് ഡാർക്ക് സർക്കിൾസ് കൂടുതൽ വിസിബിൾ ആകുന്നത് കുറയും. നൈറ്റിൽ സ്ലീപ്പ് ചെയ്യുന്നതിന് മുൻപ് ഫേസ് വാഷ് ചെയ്ത ശേഷം വീണ്ടും ചെറിയ എമൗണ്ട് വാസലീൻ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഐ റബ്ബിംഗ് അവോയ്ഡ് ചെയ്ത് സ്ലീപ്പ് ചെയ്യുക. മോർണിംഗിൽ പഫീനെസ് ഉണ്ടെങ്കിൽ കോൾഡ് വാട്ടർ കൊണ്ട് ഫേസ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ കോൾഡ് സ്പൂൺ ലൈറ്റ്ലി യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് വാർണിംഗ് കൂടി പറയാം. ഈ വാസലീൻ മാത്രം ഉപയോഗിക്കുന്ന റൂട്ടീൻ ഹെൽപ്ഫുൾ ആണ്, പക്ഷേ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന റൂട്ടീൻ പോലെ 7 ഡേയ്സ് കൊണ്ട് ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ആയി തുടങ്ങില്ല. കുറച്ചുകൂടി ടൈം എടുക്കും. കാരണം വൈറ്റമിൻ സി, റെറ്റിനോൾ, സൺസ്ക്രീൻ ഇവ സയൻറ്റിഫിക്കലി പ്രൂവൻ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് പോസിബിൾ ആണെങ്കിൽ സ്ലോ ആയെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് വേണ്ടി പ്രോപ്പർ പ്രോഡക്ട്സ് വാങ്ങാൻ ട്രൈ ചെയ്യുക. അതുപോലെ ചില ഹാബിറ്റ്സ് കൂടി മാറ്റണം. 7 മുതൽ 8 വരെ അവേഴ്സ് സ്ലീപ്പ് ട്രൈ ചെയ്യുക. ഫോൺ യൂസ് ബെഡ് ടൈമിന് മുമ്പ് കുറയ്ക്കുക. ഐ റബ്ബിംഗ് സ്റ്റോപ്പ് ചെയ്യുക. സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക. വാട്ടർ ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുക. ഈ സിമ്പിൾ ഹാബിറ്റ്സ് ഫോളോ ചെയ്താൽ 1 മുതൽ 2 വരെ വീക്സിൽ തന്നെ ചെറിയ ചേഞ്ച് കാണാം. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ റിസൾട്ട് കൂടുതൽ ക്ലിയർ ആയിരിക്കും. ആക്ച്വലി ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ സ്കിൻ കെയർ മാത്രം പോരാ. സ്ലീപ്പ്, സ്ട്രെസ്, ലൈഫ് സ്റ്റൈൽ ഇവ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് കുറയ്ക്കാൻ ആളുകളുമായി നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഈസി ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക.